ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഇത് വലിയ അക്ഷരത്തിലാണ് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത്. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഇപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ഈ വ്ളോഗുകൾ നിങ്ങൾക്ക് വലിയ അക്ഷരത്തിലുള്ള ഞാനത് കാണിച്ചിട്ടുണ്ട്. അത് സെർച്ചിലൂടെ നിങ്ങൾ കണ്ടെത്തിയാൽ എന്നിട്ടാണ് ബെൽ ബട്ടൺ അമർത്തേണ്ടത്. കാരണം കൂടുതൽ റീച്ച് വരുമ്പോൾ മാത്രമേ ഇത് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് വൈറലായി തീരുകയുള്ളൂ. അത് എപ്പോഴാണെന്ന് ആർക്കും പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് അഫാൻ്റെ ഉപ്പ, അതാണ്. അഫാൻ മരിച്ചിരിക്കുന്നു. എങ്ങനെ? അഫാൻ്റെ ഉപ്പയുടെ മനസ്സിൽ നിന്ന് ആ ഉപ്പയോട് ചോദിച്ചപ്പോൾ ആ ഉപ്പ പറഞ്ഞതാണ്, നോക്കണം, എൻ്റെ സഹോദരനെയും സഹോദരൻ്റെ ഭാര്യയെയും എൻ്റെ ഭാര്യയെ തന്നെയും എൻ്റെ കുഞ്ഞുമകനായ ആ അഫാൻ്റെ അനുജനെയും ഒക്കെ ഇല്ലാതാക്കിയിട്ടുള്ള ആ അഫാൻ എന്ന് പറയുന്ന ആ മകനെ എനിക്ക് മരിച്ചാൽ പോലും എനിക്ക് കാണേണ്ടതില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ നിന്ന് അവൻ മരിച്ചു കഴിഞ്ഞു, അവൻ്റെ മയ്യത്ത് പോലും കാണുക എന്ന് പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമല്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ തുറന്നു പറഞ്ഞിരിക്കുന്നു ഈ അഫാൻ്റെ ഉപ്പ അബ്ദുറഹീം. മാത്രമല്ല, അദ്ദേഹം വലിയ സങ്കടത്തിലാണുള്ളത്. കാരണം അദ്ദേഹം തൻ്റെ ഭാര്യയെയും കുടുംബത്തെയും എല്ലാവരെയും അഭിവൃദ്ധിപ്പെടുത്തുക എന്നതിന് വേണ്ടിയാണ് വർഷങ്ങൾക്ക് മുമ്പ് സൗദിയിലെത്തി. ഈ കോവിഡ് കാലത്ത് വന്ന പ്രതിസന്ധിയെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനൊക്കെ ബാധിച്ചു. എന്നിരുന്നാലും അദ്ദേഹം വീട്ടിലേക്ക് കുടുംബത്തിൻ്റെ സുരക്ഷിതത്വത്തിന് അവരുടെ ചെലവിലേക്കായിട്ട് പ്രതിമാസം വളരെ കറക്റ്റായ ഒരു കൃത്യമായ സംഖ്യ അയച്ചു കൊടുത്തിരുന്നു. മാത്രമല്ല, ഭാര്യയോട് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സോൾവ് ചെയ്യാൻ നമുക്ക് എന്ന് ഭാര്യയെ ആശ്വസിപ്പിക്കാറുണ്ട്. ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ് എന്ന് ഈ ഭാര്യ പറയുമ്പോൾ പോലും എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? ആത്മഹത്യ ചെയ്യാതെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഇപ്പോൾ നമുക്ക് സംവിധാനങ്ങളുണ്ട്. ഒന്നുമില്ലെങ്കിലും നമ്മുടെ വീട് വിറ്റാണെങ്കിലും നമുക്ക് യഥാർത്ഥത്തിലുള്ള കടങ്ങൾ വീട്ടാം. എന്നിട്ട് സ്വസ്ഥമായിട്ട് നമുക്ക് കുറച്ച് സ്ഥലം വാങ്ങിയിട്ട് നമുക്ക് വീട് വെച്ച് കഴിയാം. ഇൻഷാ അല്ലാഹ് ഞാൻ ഇനിയും വിദേശത്ത് തന്നെ പോയിട്ട് ഇന്നല്ലെങ്കിൽ നാളെ രക്ഷപ്പെടാം എന്നൊക്കെയുള്ള വളരെ മാന്യമായ രീതിയിലുള്ള പ്രതികരണമാണ് ഈ അബ്ദുറഹീം ചാനലുകളോട് പോലും നടത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് ആ കുടുംബത്തിൽ ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ, ഒരു തെറി കുടുംബമല്ല, ഒരു തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു കുടുംബമല്ല. മറിച്ച് അദ്ദേഹത്തിന്, ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഒരു പള്ളിയിലെ ജീവനക്കാരനാണ്, ഒരു മുസ്ലിം പള്ളിയിലെ മുഅദ്ദിനാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ മതചിട്ടയുള്ള ഒരു കുടുംബമാണ്. ഒരിക്കലും തോന്നിവാസികളായി പോകുന്ന ഒരു കുടുംബമല്ല. പിന്നെ എങ്ങനെയാണ് ഈ അഫാൻ ഇത്തരത്തിൽ തോന്നിവാസിയായി തീർന്നത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിൻ്റെ പ്രധാനമായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഉമ്മയുടെ വഴിവിട്ടതായ ഈ ജീവിത രീതി. എങ്ങനത്തെ വഴിവിട്ട? ഇഷ്ടം പോലെ ചെലവാക്കുന്ന ചില പെണ്ണുങ്ങളുണ്ട്. അങ്ങനെ ഭർത്താക്കന്മാർ ഗൾഫിൽ നിന്ന് അയക്കുന്ന പൈസ അത് എങ്ങനെ ചെലവ് ചെയ്യണമെന്ന്, അതാണ് സ്ത്രീകൾ സാമ്പത്തികമായ മേഖലയിൽ. ഇപ്പോൾ ഒരു നാട്ടിൽ ഒരു ധനകാര്യമന്ത്രി ഒരു സ്ത്രീയെ ആക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരിക്കലും സ്ത്രീയെ സമ്പത്ത് ഏൽപ്പിച്ചുകൂടാ. അപ്പോൾ ചോദിക്കും, പിന്നെ ഭർത്താവ് അവിടെ ഗൾഫിലായിരിക്കെ പിന്നെ ഈ കുടുംബത്തെ പുലർത്താൻ വേണ്ടി പിന്നെ എന്താണ് ചെയ്യുക? ആദ്യമൊക്കെ ഈ അഫാൻ്റെ ഒപ്പ അബ്ദുറഹീം സംഗതി എന്ത് തന്നെയായാലും സഹോദരനെയാണ് എൻ്റെ പേരിലാണ് പണമൊക്കെ അയച്ച് ആ കുടുംബത്തെ നിയന്ത്രിച്ചിരുന്നത്. പിന്നീട് ഈ സ്ത്രീ, സാധാരണ ചില സ്ത്രീകൾ അങ്ങനെയാണ്, ഭർത്താവിനെ സ്വാധീനിച്ച് ഈ ഭർത്തൃ സഹോദരൻ വേണ്ടത്ര കണ്ടീഷൻ അല്ല എന്ന് പറഞ്ഞാൽ സാമ്പത്തിക കാര്യത്തിൽ അത്ര കൃത്യത ഒന്നുമില്ലാത്തവനാണ് എന്ന് ബോധ്യപ്പെടുത്തി. അങ്ങനെയാണല്ലോ ചില പെണ്ണുങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തു ചെയ്തു? ഈ പെണ്ണിൻ്റെ നേരേക്ക്, അഥവാ പെണ്ണിന് നേരെ തന്നെ പെണ്ണിൻ്റെ പേരിൽ തന്നെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന അഫാൻ്റെ ഉപ്പ പണം അയച്ചു തുടങ്ങി. അങ്ങനെ പ്രത്യേകിച്ച് പിന്നീട് ഈ സ്ത്രീ ഉഡായിപ്പുകൾ ധാരാളമുണ്ട്. വീട്ടിലൊക്കെ ചിലർ കുറി നടത്തുമെന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ ആ കുറി നടത്തുക, കുറേ ആളുകളുടെ അടുക്കൽ നിന്ന് പൈസ വാങ്ങിയിട്ട് മുങ്ങാൻ വേണ്ടി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല നാട്ടിലൊക്കെ ഒട്ടനേകം ജ്വല്ലറികൾ, അതുപോലെ തന്നെ ഒട്ടനേകം സ്ഥാപനങ്ങളിൽ ഷെയർ പിരിച്ചുകൊണ്ട് പിന്നീട് പെട്ടെന്ന് ഒരു മുങ്ങുന്നു. അതുപോലെ തന്നെ ഈ കടബാധ്യത നിലനിൽക്കെ തന്നെ ആളുകളിൽ നിന്ന് കുറി പിരിക്കുക. കാരണം വിഡ്ഢികളാണല്ലോ ആളുകൾ. അപ്പോൾ കുറിക്ക് ലാഭം കിട്ടും. അതല്ലെങ്കിൽ സ്വന്തം സേവ് ചെയ്ത് ശീലിച്ചിട്ടില്ലാത്ത പെണ്ണുങ്ങൾ, ആണുങ്ങളും ഈ കുറിക്കാരുടെ അടുക്കൽ കാശ് കൊണ്ടു കൊടുക്കും. അപ്പോൾ എന്താ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് വരെ ചോദിക്കുമ്പോൾ പറയുന്നത്, നമ്മളുടെ കയ്യിലൊന്നും കാശിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു കുറിയിൽ കൂടിയാൽ
2 കൊല്ലം 3 കൊല്ലം അല്ലെങ്കിൽ 1 കൊല്ലം കൂടുമ്പോഴൊക്കെ ഈ മുറി കൂടുമ്പോൾ അങ്ങനെ പറയുക, കുറി മുറിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ആ മുറി കൂടൽ 1 വർഷത്തിലാണ്. അപ്പോൾ എന്തൊക്കെ രീതിയിൽ അവർക്ക് ആദ്യം ആ കുറി വിളിച്ചെടുക്കുന്നവർക്ക് കൂടുതൽ പൈസ കിട്ടും. അപ്പോൾ നമ്മളുടെ ആവശ്യം കുറച്ച് 5000 ഉറുപ്പ്യ വെച്ച് അടക്കുന്ന ഒരു കുറിയാണ്. അത് കാലം കഴിഞ്ഞാൽ ആഴ്ചയിൽ 5000 എങ്കിൽ ശരാശരി ഒരു 2 ലക്ഷം 3 ലക്ഷമൊക്കെ ആദ്യകാലത്ത് വിളിച്ചെടുക്കാം. എന്നിട്ട് പിന്നീട് ഇങ്ങനെ അടച്ചു കൊടുക്കുക. എന്താണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ അടച്ചു കൊടുക്കുന്നവരും അടച്ചു കൊടുക്കാത്തവരും ആകെ ബാധ്യതയിലാകുന്നവരും എല്ലാവരും ഇതൊന്നും ഒരു നന്മയുടേതല്ല. അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ എന്നൊക്കെയാണ് ഈ ആണും പെണ്ണും പറയുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഷെമി എന്ന് പറയുന്ന അബ്ദുറഹീമിൻ്റെ ഭാര്യ ഇയാൾ അയച്ചു തരുന്ന പൈസ കൊണ്ടും ചിലവ് നിയന്ത്രിക്കാതെ മറ്റു എന്തൊക്കെ വടിവിട്ട വഴികളിലൂടെ, അതാണ് അഫാൻ വെറുതെ ഇങ്ങനെ ആയിത്തീർന്നതൊന്നുമല്ല. യഥാർത്ഥത്തിൽ അഫാനെ ഈ കുടുംബത്തിലെ ഈ ഉമ്മ തന്നെയാണ് ഇങ്ങനെ വിടക്കാക്കിയത്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഉമ്മയുടെ മടിത്തട്ടാണ് യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ വിദ്യാലയം എന്ന് പറയുന്നത്. അപ്പോൾ ആ വിദ്യാലയത്തിൽ നിന്ന് കിട്ടുന്ന കോച്ചിങ് അത് നല്ലതാണ് എന്നുണ്ടെങ്കിൽ ഈ പൗരൻ നന്നായിട്ട് വളരും. അതല്ല ഈ കുട്ടിയോട് യാതൊരു തോന്നിയ മാതിരി നടക്കുന്നതിനാണുള്ള പ്രോത്സാഹനമെങ്കിൽ ഈ അമ്മയുടെ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ച ആ പഠിപ്പ് അഥവാ ഒന്നും പേടിക്കണ്ട. അപ്പോൾ തോന്നിയ മാതിരി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് പിന്നീട് ഈ ചെറുക്കന്മാർ എപ്പോഴും അവരുടെ ശരീരഘടന അങ്ങനെയാണ്. ഒരു മനുഷ്യൻ്റെ മനസാക്ഷിയാണ് തിന്മകളോട് എതിരിടുന്നത്. ശാരീരികമായിട്ടുള്ള ഇച്ഛ എന്ന് പറയുന്നത് ഈ മദ്യപിക്കുകയും ലഹരി ഉപയോഗിക്കുകയും തൊമ്മാടിത്തരങ്ങൾ ചെയ്യുകയും തോന്നിവാസിയായി തീരുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ ശാരീരികമായിട്ടുള്ള ഇച്ഛ എന്ന് പറയുന്നത്. ആ ഇച്ഛയ്ക്ക് അനുസൃതമായിട്ട് ആ ഉമ്മ ഈ ചെറുക്കനെ വളർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ അവന് ബൈക്കും കാറും സംവിധാനങ്ങളും തോന്നിയത് മാതിരി നടക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് അവനെ പിടിച്ചാൽ കിട്ടാതായി. ഞാൻ പറഞ്ഞില്ലേ, പണ്ടത്തൊക്കെ ആളുകൾ പറയാറുണ്ട്, നമ്മൾ ഈ അടക്കയാണെങ്കിൽ മടിയിൽ വെക്കാം, സ്വാഭാവികമായിട്ട് തേങ്ങയാണെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ പിടിച്ച് ഒരു സഞ്ചിയിലൊക്കെ ഇട്ട് കൊണ്ടുപോകാം, അതൊരു തെങ്ങായി തീർന്നാലോ എന്നതുപോലെ അടക്ക ഒരു കവുങ്ങായി തീർന്നാലോ ഒരിക്കലും നമുക്ക് നമ്മുടെ മടിയിൽ അഥവാ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ ഒതുങ്ങാത്ത വണ്ണം വലുതായി കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ വികസിച്ചു. പിന്നെ അവന് പുതിയ കൂട്ടുകെട്ടുകളായി. അങ്ങനെയാണ് അവർ പോലും അറിയാത്ത ഒരു പെൺകുട്ടിയെ പ്രത്യേക രീതിയിൽ സ്നേഹിച്ചു എന്ന് പറയുന്നു. എന്താണെന്ന് അറിഞ്ഞുകൂടാ. പറയുന്നത് മുഴുവനും കള്ളങ്ങളായതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളെ ഒന്നും അറിയുകയില്ല. അതാണ് ഈ അഫാൻ പറയുന്നത് കള്ളമാണ്, അഫാൻ്റെ ഉമ്മ പറയുന്നത് കള്ളമാണ്, അഫാൻ്റെ ഉപ്പ പറയുന്നതിൽ മാത്രമേ യാഥാർത്ഥ്യങ്ങളുള്ളൂ. ആലോചിച്ച് നോക്കേണ്ട ഒരു സംഭവമാണത്. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഒരു പറ്റേ ഈ ഷെമി എന്ന് പറയുന്ന ആ പെണ്ണിനെ രക്ഷപ്പെടുത്തിയത് ലോകത്തിൻ്റെ മുമ്പിൽ ഇത് മുഴുവൻ അറിയാൻ വേണ്ടിയായിരിക്കും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ ഈ രീതിയിൽ കുട്ടികളെ വളർത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഉമ്മയാണ് എന്നത് ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. അതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ഒരിക്കലും അഫാനായിട്ടുള്ള മക്കളെ, ഓരോ ഉമ്മമാരും അഫാൻ എന്ന മക്കളെ ഉണ്ടാക്കിയെടുക്കരുത്. മറിച്ച് നല്ലതായ കുട്ടികളാക്കി അവരെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അതിന് ആദ്യത്തെ വിദ്യാലയം എന്ന നിലക്ക് പഠനവും ശിക്ഷണവും കോഴ്സും കിട്ടുന്നത് ഉമ്മയിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. എത്ര ആളുകൾ നന്നായി വരുന്നുണ്ട്, അത് ഉമ്മയുടെയും അടിത്തട്ടിൽ നിന്ന് കിട്ടുന്ന. അതാണ് യഥാർത്ഥത്തിൽ എല്ലാ ചെറുപ്പക്കാരും വൃത്തികേടും തെമ്മാടികളുമായി തീരുന്നത് അമ്മമാരുടെ അല്ലെങ്കിൽ മാതാക്കളുടെ ഉമ്മമാരുടെ ഈ മോശമായ അല്ലെങ്കിൽ നിഷ്ക്രിയമായ ആ പിള്ളേരോടൊന്നും പറയില്ല, അവരെ വെറുപ്പിക്കണ്ട, അങ്ങനെയാണ്. അതുകൊണ്ട് ഇതൊരു ഗുണപാഠമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.